സ്കൂൾ കഴിഞ്ഞെത്തിയ നന്ദ സുരേഷ് കൂട്ടുകാരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നേരം ഒട്ടേറെ കഴിഞ്ഞിട്ടും കുട്ടിയെ വീട്ടിലേക്ക് കാണാത്തത് കൊണ്ടാണ് വീട്ടുകാർ അന്വേഷണം തുടങ്ങിയത്. കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ നന്ദ വീട്ടിൽ നിന്നും പോയി നേരത്തെ തന്നെ എന്നാണ് പറഞ്ഞത്. തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് പരിസരമാകെ തിരഞ്ഞിട്ടും നന്ദമോളെ കണ്ടില്ല. തിക്കൊല്ലൂരിൽ കാണാതായ 17 വയസ്സുള്ള നന്ദ സുരേഷിനെ കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിന്റെ പരിസരത്തുള്ള ഓടയിൽ നിന്നും. വെള്ളം നിറയെ ഉണ്ടായിരുന്ന ഓടയിൽ എത്തരത്തിലാണ് നന്ദ മരണപ്പെട്ടത് എന്നുള്ള കാര്യം മനസ്സിലാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. സന്തോഷവതിയായി തന്നെയാണ് സ്കൂൾ വിട്ട് നന്ദ സുരേഷ് വീട്ടിലെത്തിയത്. വീട്ടുകാരുമായോ മറ്റൊരു പ്രശ്നങ്ങളും ഈ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിവരം. കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി മടങ്ങി വരവേ നന്ദക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. ദുരൂഹതകൾ ഒന്നുമില്ല എന്ന് പറയപ്പെടുമ്പോഴും എങ്ങനെയാണ് 17 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഓടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നുള്ള കാര്യവും ദുരൂഹത ഈ മരണത്തിൽ നിന്നും പറ്റെ തള്ളി നീക്കാനും കഴിയാത്ത ഒന്നായി മാറി നിൽക്കുന്നു. നന്ദ ജീവനൊടുക്കാൻ ശ്രമിച്ചതോ അതോ നന്ദയെ ആരെങ്കിലും ഇത്തരത്തിലേക്ക് എത്തിച്ചതോ എന്നുള്ള കാര്യം പലരും സംശയപ്പെടുന്നു. താഴ്ന്ന ഭാഗത്തുള്ള ഈ ഓടയിലേക്ക് നടക്കുന്നതിനിടെ നന്ദ വീണു പോയതാണോ എന്നുള്ള കാര്യവും പരിഗണിക്കപ്പെടുന്നുണ്ട്. നന്ദയെ കണ്ടെത്തിയപ്പോൾ മൃതദേഹത്തിൽ ചെരുപ്പുണ്ടായിരുന്നു. തലക്ക് പരിക്ക് പറ്റി രക്തം വാർന്ന നിലയിലായിരുന്നു. കൂടാതെ നന്ദയുടെ കയ്യിൽ ഇറുക്കി പിടിച്ച നിലയിൽ പുല്ലുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉയരത്തിൽ നിന്ന് നന്ദ താഴേക്ക് വീഴുന്ന സാഹചര്യത്തിൽ തൻ്റെ കയ്യിൽ കിട്ടിയതിൽ പിടിച്ച് ഉയരാൻ ശ്രമിച്ചത് കൊണ്ടായിരിക്കാം എന്നൊക്കെയാണ് വിലയിരുത്തൽ. എന്തായാലും ഈ കാര്യത്തിൽ ദുരൂഹതയില്ല എന്നാണ് പ്രാഥമിക നിഗമനം. അങ്ങനെയാണ് സിറ്റി കമ്മീഷണർ നന്ദയുടെ മരണം വിലയിരുത്തിയത്. നേരം അതായത് 7 മണിക്ക് ശേഷമാണ് ഈ നന്ദയെ കാണാനില്ല എന്നുള്ളൊരു ബന്ധുക്കൾ പരാതി നൽകുന്നത്. 10 മണിയോടുകൂടെ പോലീസ് സ്റ്റേഷനിൽ അത് പരാതിയായി നൽകുകയും ചെയ്തു. അതിനുശേഷം ബന്ധുക്കളുടെയും പോലീസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും പരിശോധനയൊക്കെ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇന്ന് അതായത് വൈകുന്നേരം ഏകദേശം 3 മണിയോടടുത്ത സമയത്ത് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് വീട്ടിന് സമീപത്ത് തന്നെയാണ്, അതായത് വീട്ടിന് മുന്നിലായിട്ടുള്ള തന്നെ ആ റെയിൽവേ പാളത്തിനോട് ചേർന്ന ഓടയുടെ ഒരു സ്ഥലത്ത് ആ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മുകളിൽ ഒരു വലിയ കുറച്ചൊരു ഹൈറ്റുള്ള ഒരു സ്ഥലമാണ്, ഏകദേശം 4-5 മീറ്റർ ഹൈറ്റുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്നും താഴേക്ക് വീണതാകാമെന്നുള്ളതാണ് കിളികൊല്ലൂർ പോലീസ് നൽകുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത്. ഈ കുട്ടി കോയിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ ദിവസം സ്കൂളിലൊക്കെ പോയി വന്നിരുന്നു. അതിനുശേഷം ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന് ശേഷം തിരികെ വളരെ വൈകിട്ടും വീട്ടിലേക്ക് തിരികെ എത്താൻ കഴിയാത്തതോടുകൂടെ തുടർന്ന് അന്വേഷണം നടത്തുന്നു. അപ്പോഴാണ് നേരത്തെ തന്നെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും നന്ദ പോയിരുന്നു എന്ന് മനസ്സിലാക്കി. തുടർന്നാണ് കാണാനുള്ള എന്നൊരു പരാതി പോലീസിൽ ഉൾപ്പെടെ നൽകുകയും പരിശോധനയൊക്കെ നടത്തുകയും ചെയ്തിരിക്കുന്നത്. പ്രാഥമികമായിട്ട് ഈ പോലീസിൻ്റെ ഒരു പരിശോധനയിൽ ഇതിൽ മറ്റ് ദുരൂഹതകളൊന്നുമില്ല. ഒരുപക്ഷെ മുകളിൽ കൂടെ പോകുന്ന സമയത്ത് അത് താഴേക്ക് വീണു പോയതാകാം എന്നുള്ളതാണ് ഒരു നിഗമനം.